ശ്രീ എം ഷിനാസ്, മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഭട്ടിൻഡയിലേക്കടക്കം പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത് തുർക്കി നിർമ്മിതമായ അസീസ് ഗാഡ് സോങ്കർ എന്ന ഡ്രോൺ ആണ്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തിയോ അതല്ലെങ്കിൽ പിന്തുണക്കാരോ ഒക്കെ തുർക്കിയാണ്. തുർക്കി നേരത്തെ OIC പ്രമേയം ചർച്ച ചെയ്തപ്പോഴും സൂചിപ്പിച്ചിരുന്നു, പരമ്പരാഗതമായി പഴയ വളരെ കാലം മുമ്പുള്ള ഒരു പൊസിഷനിലേക്ക് ഇപ്പോൾ റജബ് തയ്യബ് എർഡോഗൻ നമുക്കറിയാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വലിയ വക്താവാണ്. ഒരു പക്ഷേ അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഏറ്റവും കുറഞ്ഞ അത് പ്രതീകാത്മക ലീഡർഷിപ്പെങ്കിലും വേണം എന്ന് എർഡോഗൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാകുമോ? എന്തുകൊണ്ടായിരിക്കും തുർക്കി പാകിസ്ഥാന് മുന്നിൽ സോളിഡായി നിൽക്കുന്നത്? തുർക്കി ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ കാര്യം തന്നെ. തുർക്കി കഴിഞ്ഞ ഏതാണ്ട് പതിറ്റാണ്ടോളമായെങ്കിലും ഏതാണ്ട് 2 പതിറ്റാണ്ടിലധികമായി ഭരിക്കുന്നത് രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ നേതാവായ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം പ്രഘോഷിക്കുന്ന എർദോഗാനാണ്. അപ്പോൾ എർദോഗാൻ വാസ്തവത്തിൽ പഴയ തുർക്കി ഖിലാഫത്തുണ്ടല്ലോ, അപ്പോൾ തുർക്കിക്കാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഉമ്മ എന്ന് പറയും, ആഗോള മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വം എന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് എന്ന രീതിയിൽ പാകിസ്ഥാനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം തുർക്കിയാണ്. തുർക്കിയുടെ ഈ കാര്യം, ഈ ഡ്രോൺസ്, ഇപ്പോൾ തുർക്കിയുടെ അയൽ രാജ്യമാണ് അസർബൈജാനും ആർമേനിയയും തമ്മിൽ 2020 യുദ്ധമുണ്ടാവുകയും നാഗോർണോ കരബാഗ് എന്ന ആർമീനിയ അവകാശപ്പെടുന്ന പ്രദേശം, ആർമീനിയക്കാർ ഭൂരിപക്ഷവും വസിക്കുന്ന പ്രദേശം അസർബൈജാൻ പിടിച്ചെടുത്തു. അന്ന് വ്യാപകമായി ഉപയോഗിച്ചത് തുർക്കി ഡ്രോണുകളായിരുന്നു. അപ്പോൾ ആർമേനിയയും അസർബൈജാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാരണം രണ്ടുപേരും ഒരേ ടർക്കിഷ് വംശജരാണ്, 2 കൂട്ടരും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ആർമീനിയയെ തകർത്തത്, ആ നാഗോർണോ കരബാഗ് പിടിച്ചെടുത്തത്. അപ്പോൾ തുർക്കിക്ക് ഇങ്ങനെ ഈ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ, അതായത് ഇസ്ലാമിനും മേൽക്കൈയുള്ള രാഷ്ട്രങ്ങൾ മൊത്തം എടുത്താൽ ഒരു തുർക്കിയാണ് ആ ഒരു രാഷ്ട്രങ്ങളുടെ അച്ചുതണ്ടിൻ്റെ ശിലാസ്തംഭം എന്ന് സ്ഥാപിക്കേണ്ടത് തുർക്കിയുടെ, പ്രത്യേകിച്ച് ഈ എർദോഗാൻ്റെ ആവശ്യമായിരിക്കാം. എർദോഗാൻ തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തുർക്കി മാത്രമാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ, അതായത് ഇന്ത്യ പഹൽഗാം ആക്രമണം നടന്നു, ഇന്ത്യ വളരെ കൃത്യമായ മറുപടി നൽകി, തിരിച്ചടിച്ചു. ഭീകര പരിശീലന കേന്ദ്രങ്ങളും ഭീകര ലോഞ്ചിങ് പാഡുകളും. ഇനി എല്ലാ ലോകരാഷ്ട്രങ്ങളും, അമേരിക്കയാവട്ടെ, റഷ്യ UK ആവട്ടെ, ജപ്പാൻ ആവട്ടെ, ചൈന ആവട്ടെ, മറ്റ് സൗദി അറേബ്യ ആവട്ടെ, അതുപോലെ തന്നെ UAE ആവട്ടെ, എല്ലാവരും പറയാതെ പറയുന്നത് പാകിസ്ഥാനോടും ഇന്ത്യയോടും ഇതോടെ കഴിഞ്ഞു. ട്രംപ് പറഞ്ഞല്ലോ, തിരിച്ചടി കഴിഞ്ഞു, നിങ്ങൾ പഹൽഗാമിൽ ആക്രമിച്ചു, ഇന്ത്യ തിരിച്ചടിച്ചു, ഇതോടെ നിർത്തണം, ഇനി എസ്കലേഷൻ പാടില്ല. അപ്പോൾ ലോകരാജ്യങ്ങൾ 2 ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധം ഒരു പരിപൂർണ യുദ്ധമായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല, പാകിസ്ഥാനും ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാൻ അങ്ങനെ ആഗ്രഹിച്ചാൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രമുണ്ടാവില്ല എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടില്ല. അപ്പം പാകിസ്ഥാൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഇന്ത്യ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കൃത്യമായി തിരിച്ചടിച്ചു. പക്ഷേ പാകിസ്ഥാനിലെ പബ്ലിക് ഉണ്ടല്ലോ, ആ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താൻ അവരും തിരിച്ചടിച്ചു. അതുകൊണ്ടാണല്ലോ വ്യാജ വാർത്ത, 5 ഇന്ത്യൻ വിമാനങ്ങൾ, അതും 3 റഫേൽ വിമാനങ്ങൾ, 1 സുഖോയ്, 1 മിഗ്, 5 വിമാനങ്ങൾ, തെളിവ് എവിടെ എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയോട് CNN മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നായിരുന്നു. അപ്പോൾ ഒരു പ്രതിരോധ മന്ത്രി സോഷ്യൽ മീഡിയയിലെ തെളിവ് നമ്മളെല്ലാവരും വായിച്ചതാണ്, അന്തം പരിഹാസമാണ് വരിക. അപ്പോൾ വാസ്തവത്തിൽ പാകിസ്ഥാന് അപ്പോൾ തന്നെ പാകിസ്ഥാനിലെ മറ്റൊരു മന്ത്രി പറഞ്ഞു, ഏതായാലും 5 വിമാനങ്ങൾ തകർത്തല്ലോ, അപ്പോൾ റിറ്റാലിയേഷൻ, ഒരു മറുപടി ആയല്ലോ, ഇനി നമുക്ക് നിർത്താം എന്നുള്ള അഭിപ്രായ പ്രകടനം. അതായത് പാകിസ്ഥാനകത്തുള്ള പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തണം,
ഇന്ത്യയുടെ തിരിച്ചടിക്ക് തങ്ങളും തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കുറേ ശ്രമങ്ങളാണ് നടത്തുന്നത്. ആ ശ്രമങ്ങൾക്കിടയിൽ അതിൻ്റെ 100 മടങ്ങ് ഫേക്ക് ന്യൂസും ഇന്ത്യയെ പറ്റി ഇന്നത് തകർത്തു, ഇന്ന് വിമാനം തകർത്തു, ഇന്ന സ്ഥലം തകർത്തു. അതായത് പാകിസ്ഥാന് അവിടെ അസീം മുനീറിന് അവിടെ നിൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ക്ഷതമേൽപ്പിക്കണം. അങ്ങനെ ആ പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെയാണ് ആ പാകിസ്ഥാനിൽ ഉരുത്തിരിച്ചെടുത്തിരിക്കുന്നത്, വാർത്തെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് പോവില്ല. പാകിസ്ഥാൻ ഒരു വിക്ടിമാണ് എന്ന മട്ടിലാണ് അവിടുത്തെ നാരറ്റീവ്, ആഖ്യാനം പല കാലങ്ങളായി ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ പബ്ലിക്കിന് ഇന്ത്യയെ തിരിച്ചടിച്ചു എന്ന് ബോധ്യപ്പെടുത്താനോ അങ്ങനെയുള്ള ഒരു നാട്യമെങ്കിലും കാണിക്കാനോ ഉള്ള ശ്രമം അസീം മുനീർ എന്ന പ്രത്യേക സവിശേഷ സ്വഭാവമുള്ള ഈ പട്ടാള സ്വേച്ഛാധിപതി ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്.